തേക്കിൽ നിലമ്പൂർ തേക്ക് എന്ന് പറയുന്ന പോലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ മർബോ കിട്ടുന്നതാണ് പപ്പു ഓർജിൻ. മിനിമം 100 വർഷം പഴക്കം ചെന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നത്. ഇത് വലിയ തടിയാ വരുന്നത് അല്ലേ? പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ഒരു 6 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉള്ള ഒരാളാണ്. എന്നെക്കാട്ടിലും വണ്ണമുള്ള മരമാണ്. മരവുമായിട്ട് നോക്കിയാൽ ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഡെൻസർ ആണ്, എത്രത്തോളം ഹാർഡ് ആണെന്നുള്ളത്. കറക്റ്റ് ആണ്. ഇത് നമ്മൾ വേറെ എങ്ങും ഇടനിലക്കാരെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് ടു ദി എൻഡ് നമ്മൾ തന്നെയാണ് ഇത് ഉറപ്പുവരുന്നത്. F0 എന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹിൽവുഡ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടഡ് മരങ്ങൾ ചെയ്യുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് ഹിൽവുഡ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്തെടുക്കുന്ന ഓരോ മരങ്ങളുണ്ടല്ലോ പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്, നേരെ ഹിൽവുഡ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഹിൽവുഡിന്റെ മാനേജർ നീരജാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നീരജ്, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? നമുക്കൊരു 75 years ഓഫ് ലെഗസി ഉണ്ട്. ഒരു 3rd generation ആണ് ഈ കമ്പനി. ഇപ്പോൾ ഏകദേശം 1st generation, 2nd generation, 3rd generation ആണ് ഇപ്പൊ കമ്പനി നോക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വുഡ് ഇമ്പോർട്ടേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തൊക്കെ മരങ്ങളാണ് നിങ്ങളോട് ഉപയോഗിക്കുന്നത്? നമ്മളിവിടെ ഓൾമോസ്റ്റ് ഏതൊക്കെ വുഡ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിപണിയിൽ കൊടുക്കാവോ ആ വുഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മലേഷ്യൻ ഇരുള്, ബർമ തേക്ക്, പല WPL, അങ്ങനെ വയലറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കുറഞ്ഞ റേറ്റിലും നമുക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് മർബോ ആണ്. നമ്മൾ അത് തന്നെയാണ് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു മരം ഉപയോഗിക്കുന്നത്? ഇത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. വിൻഡോ ഫ്രെയിംസ്, ഡോർ ഫ്രെയിംസ്, ഡോറുകൾ, അതായത് ഫ്ലോറിങ്, ഡെക്കിങ്, പാനലിംഗ്, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അത്യാവശ്യം ഹാർഡും അതിനേക്കാൾ ഒരു ഡെൻസിറ്റി ഉള്ള ഒരു മരമാണ്. നമ്മളിപ്പോൾ തേക്കോട്ട കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഹാർഡ്നെസ്സും ഡെൻസിറ്റിയും വളരെ കൂടിയ മരമാണ്. പിന്നെ നമ്മൾ റീപ്ലേസ്മെന്റ് വാറന്റി വരെ കൊടുക്കുന്ന മരമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലൈൻസും അങ്ങനെ പൊതുവെ ആളുകൾക്കൊന്നും വരാറില്ല ഈ മരത്തിലൊന്നുമില്ല. ഓക്കെ, ഇനി എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ രീതിയാണ്. എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മൾ ഇന്തോനേഷ്യയിലെ പപ്പുവ എന്ന് പറയുന്ന ദ്വീപിൽ നിന്ന് മാത്രം സോഴ്സ് ചെയ്യുന്ന മരങ്ങളാണ്. 100% പപ്പു ഓർജിൻ. ഈ പപ്പു ഓർജിൻ എന്ന് എടുത്തു പറയാൻ കാരണം തേക്കിൽ നിലമ്പൂർ തേക്ക് എന്ന് പറയുന്ന പോലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ മർബോ കിട്ടുന്നതാണ് പപ്പു ഓർജിൻ. നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും മിനിമം 100 വർഷം പഴക്കം ചെന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ പ്രായമായിരിക്കും ഈ മൂപ്പ് 100 വർഷമെങ്കിലും ഉണ്ടായിരിക്കും. ഈ 100 വർഷം എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്കൊരു തെളിയിക്കാൻ പറ്റുന്നത്? അത് നമ്മൾ അവിടുന്ന് എടുക്കുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റ് നോംസ് ഉണ്ട്. നമ്മൾ വി ലീഗൽ സർട്ടിഫൈഡ് മരങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. വി ലീഗൽ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രായം, അതായത് കുറഞ്ഞ മൂപ്പത്തിയ മരങ്ങൾ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ 100 വർഷമാണെന്ന് ഉറപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മൾ എടുത്തിരിക്കുന്ന ഈ റൗണ്ട് മരങ്ങളിലെല്ലാം ഓരോ QR കോഡുകൾ ഉണ്ടാവും. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഇത് എവിടെ നിന്ന് എടുത്തു, എത്ര വർഷമായി ഇത് മൂപ്പ് വെച്ചിട്ട്, എത്ര വർഷം മുമ്പുള്ള മരമാണ്, ഇതിന് മൂപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ മരത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത് വലിയ തടിയാ വരുന്നത് അല്ലേ? പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ഒരു 6 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉള്ള ഒരാളാണ്. എന്നെക്കാട്ടിലും വണ്ണമുള്ള മരമാണ്. അതായത് എനിക്ക് പിടിച്ചാൽ എത്താത്ത അത്രയും വണ്ണത്തിലാണ് ഈ മരം എടുക്കുന്നത്. അത് 100 വർഷം എന്നുള്ള വളരെ കുറഞ്ഞ പ്രായമാണെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് എടുക്കുന്ന മരങ്ങളെല്ലാം 100, 150 അതിനെക്കാട്ടും കൂടുതൽ പഴക്കമുള്ള മരങ്ങളായിരിക്കും. മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി ഇത്രയും വണ്ണമുള്ള മരങ്ങൾ എടുക്കാനുള്ള മെഷീനറിയും വളരെ വലുതാണ്. അതെ അതെ. നമ്മൾ ഈ മെഷീനറി ഉപയോഗിച്ച് ഇത് സോഴ്സ് ചെയ്യുന്നത് മുതൽ അത് ഫാക്ടറിയിൽ എത്തിക്കും. ഫാക്ടറിയിൽ എത്തിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്യും. കട്ടിങ് പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ പീസുകളാക്കാൻ തുടങ്ങും. പീസുകളാക്കിയതിനു ശേഷം ഇത് കെമിക്കലി ട്രീറ്റ് ചെയ്യും. ഒരു ട്രീറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ട്രീറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലോട്ട് നമുക്ക് എപ്പോഴും ആ ട്രീറ്റ് ചെയ്ത ക്വാളിറ്റി നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഡോറുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് മരത്തിന് എപ്പോഴും ചുരുങ്ങുന്ന തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നമുക്ക് ഇന്നവിറ്റബിൾ ആണ്. കറക്റ്റ്, നമ്മുടെ ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത്. അതെ അതെ. അപ്പൊ അത് നമുക്ക് ഡോറുകൾക്ക് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മിനിമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കിലൻഡ്രൈ ചെയ്യും. അതായത് മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ഈ ഡോറിന് ഉപയോഗിക്കുന്ന പലകളുടെയും ചട്ടങ്ങളുടെയും മോയ്സ്ചർ കണ്ടന്റ് ഒരു 60-70 എന്നുള്ളതിൽ നിന്ന് ഒരു 15 അല്ലെങ്കിൽ 12 എന്നീ നിലയിലേക്ക് എത്തിക്കും. അതിൽ താഴ്ത്താൻ പറ്റത്തില്ല. നമ്മൾ ആ ലെവലിൽ ഏറ്റവും മിനിമൽ മോയ്സ്ചർ കണ്ടന്റിലേക്ക് എത്തിക്കും. അങ്ങനെ എത്തിച്ച് ചേമ്പറിലിട്ട് ഏകദേശം 21 ദിവസത്തോളം വരുന്ന പ്രോസസ്സാണത്. അതെ, അത് നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് പ്ലെയിൻ ചെയ്യും. അത് പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്നത്. ബ്രാൻഡിങ്, അതായത് ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇനിഷ്യലി ഈ മരം എടുക്കുന്നത് മുതൽ, അതായത് റൗണ്ട് ലോഗ് നമ്മൾ എടുക്കുന്നത് മുതൽ ഇവിടെ നാട്ടിലെ ആളുകളിലേക്ക് എത്തുന്നത് വരെ നമ്മളുടെ ഡയറക്റ്റ് സൂപ്പർവിഷൻ ആണ്. ഇത് നമ്മൾ വേറെ എങ്ങും ഇടനിലക്കാരെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് ടു ദി എൻഡ് നമ്മൾ തന്നെയാണ് ഇത് ഉറപ്പുവരുത്തുന്നത്. 3 ജനറേഷനായിട്ട് അല്ലെങ്കിൽ ഒരു 75 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കമ്പനിക്ക്
ഒന്നും അറിയാതെ ഒരു വാറണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് മോശപ്പേരുണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് അത് ഇനിഷ്യലി മുതൽ എൻഡ് സ്റ്റേജ് വരെ എൻഷുർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? നമ്മൾ 25 വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ബോററിന് 25 വർഷം, ചെതലിന് ഒരു 15 വർഷത്തോളം നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി തന്നെ കൊടുക്കുന്നു. 25 വർഷം കൊടുക്കുന്നുണ്ട്. അത് എന്ത് ധൈര്യത്തിൽ ഇത്രയും വർഷം നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ചെറിയ കാലയളവ് ആയിട്ടുള്ളെങ്കിലും നമ്മൾ ഏകദേശം 30 വർഷത്തോളമായി ഇത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ 30 വർഷത്തോളം നമ്മൾ എക്സ്പെരിമെന്റലി പ്രൂവൺ ആണ്, ഇതിന് കംപ്ലൈൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 25 വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നത്. ഒരു ധൈര്യം ഉണ്ടല്ലേ, ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം. അത് മരങ്ങൾ ഉപയോഗിക്കുന്ന പോലെ മരത്തിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കംപ്ലൈന്റ് ആവില്ല എന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് വാറണ്ടി കാർഡ് തന്നെ കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയാണ്. വാറണ്ടി കാർഡ് തന്നെ കൊടുക്കുന്നത്. വാറണ്ടി കാർഡ് തന്നെ കൊടുക്കുന്നത്. അതിന് മാത്രമല്ല, ഈ മരത്തിന്റെ ഇതിപ്പോ നമ്മൾ സാധാരണ ഒരു മരവും ഇതിന്റെ മരവുമായിട്ട് നോക്കിയാൽ, ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഡെൻസർ ആണ്, എത്രത്തോളം ഹാർഡ് ആണെന്നുള്ളത്. അത് കറക്റ്റ് ആണ്. ഈ ചെറിയൊരു പീസ് നിങ്ങളുടെ കയ്യിൽ, എന്റെ കയ്യിലേക്ക് തരുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ കാഴ്ചക്ക് വെയിറ്റ് തോന്നില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിൽ കാണുന്ന പറയുന്ന നാടൻ മരത്തിന്റെ വെയിറ്റ് ആയിരിക്കും നമ്മൾ മനസ്സുകൊണ്ട് കാണുന്നത്. പക്ഷെ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് കാണിക്കാൻ തന്നെ ഉണ്ട്. നല്ല വെയിറ്റ് ആണ്, ചെറിയൊരു പീസ് അല്ലേ? ഭയങ്കര വെയിറ്റ് ആണ്. അതാണ് ഇതിന്റെ ഡെൻസിറ്റി കാണണം. ഡെൻസിറ്റി കൂടുന്തോറും ക്വാളിറ്റി കൂടും. ഡെൻസിറ്റി കൂടുന്തോറും ബോററോ ചെതലോ വരാനുള്ള സാധ്യത കൂടും. തേക്ക് അല്ലെങ്കിൽ പ്ലാവ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിനകത്തൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. തേക്കോട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് വളരെ കുറവാണ്. നാടൻ മരങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം, ഒരു 10% വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഈ റേറ്റിൽ ഈ ക്വാളിറ്റിയിൽ മറ്റു മരങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇതല്ലാതെ വേറെ എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉള്ളത്? നമ്മുടെ തന്നെ ഷീൽഡ് പ്രോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ബിറ്റുമിൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കലാണ്. ഈ ഭിത്തിയിൽ നിന്നും ഈർപ്പം കട്ടളകളിലേക്കും മരത്തിലേക്കും വന്നിട്ടാണ് സാധാരണ മരം കംപ്ലൈന്റ് ആവുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മരത്തിനും, നമ്മുടെ മരം മാത്രമല്ല എല്ലാ മരത്തിനും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഡാം പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഈർപ്പം ഭിത്തിയിൽ നിന്നും കട്ടളയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭിത്തിയും കട്ടളയുമായിട്ട് വരുന്ന ഭാഗത്ത് അടിക്കുന്ന സാധനമാണിത്. ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് മരത്തിന് ഇതല്ലേ? അതെ. ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമ്പിങ് ഒഴിവാക്കാം. അതായത് ഈർപ്പം കട്ടളയിലോട്ട് വരുന്ന ചെതലരിക്കുന്നതൊക്കെ ഒഴിവാക്കാനും പ്രതിരോധിക്കാനും ഒക്കെ പറ്റും. ഇത് നിങ്ങൾ തന്നെ കൊടുക്കുന്നതാണോ? അതെ. ഇത് നമ്മുടെ എല്ലാ ഡീലർമാർ മുഖേന നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ മരം എവിടെയൊക്കെ കിട്ടും അവിടെയൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതെ. ഈ ഒരു മരം എവിടെയൊക്കെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്? നമ്മൾ കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 120ഓളം ഡീലർമാർ നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിലോ ഏത് പ്രദേശത്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു ഡീലർ നിങ്ങളുടെ അടുത്തുണ്ടാവും. ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പ്രൈസ് വൈസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ തേക്ക് എടുത്തു കഴിഞ്ഞാൽ തേക്കിനെക്കാട്ടിലൊക്കെ ഒരു പകുതി വിലയൊക്കെ വരത്തുള്ളൂ. ഒരു നാടൻ മരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10% വ്യത്യാസം മാത്രം കാണത്തുള്ളൂ. അത് ഇപ്പം വിളിക്കുന്ന സമയത്ത് കസ്റ്റമറുമായിട്ട് എത്രമാത്രം വേണം അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അത് പറയുന്നത്. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇതിന് റേറ്റ് ആകും, എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് നമ്മൾ തന്നെ ഒരു കോട്ട് ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. ആ കൊട്ടേഷൻ വെച്ചിട്ട് ഡീലർ അടുത്ത് പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് റേറ്റിലോട്ട് തന്നെ അവർ മാറ്റിത്തരും. ഇത്രയാണ് ഹിൽവുഡിന്റെ വിശേഷങ്ങൾ. അടിപൊളി ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലല്ലേ? പല മരങ്ങളും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, എന്നാൽ ക്വാളിറ്റിയിലും അതേപോലെ തന്നെ പ്രൈസ് നോക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇണങ്ങുന്ന രീതിയിലാണ് ഹിൽവുഡിന്റെ മരങ്ങൾ എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.